2025 ഒക്ടോബർ 16 സിറാജ് എഡിറ്റോറിയൽ. ആതുര സേവനമല്ല കച്ചവടം. കോൾഡ്രിഫ് ചുമമരുന്ന് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും 22 കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഉദ്യോഗസ്ഥരെ എത്തിച്ചത് ഡോക്ടർമാരും മരുന്ന് കമ്പനികളും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഉള്ളറകളിലേക്ക്. തമിഴ്നാട് ആസ്ഥാനമായ ഒരു ഫാർമ കമ്പനിയാണ് വൃക്കകളുടെ പ്രവർത്തനം പോലും തകരാറിലാക്കുന്ന ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന മാരക രാസപദാർത്ഥമടങ്ങിയ കോൾഡ്രിഫ് നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചത്. 4 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം മരുന്നുകൾ നിർദ്ദേശിക്കരുതെന്ന് ഹെൽത്ത് സർവീസസ് ജനറൽ ഡയറക്ടറേറ്റിന്റെ DGHS നിർദ്ദേശമുണ്ട്. എന്നിട്ടും മധ്യപ്രദേശ് സർക്കാർ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രവീൺ സോണി രോഗികൾക്ക് ഈ മരുന്ന് കുറിച്ചു കൊടുത്തത് കമ്മീഷൻ തുകയ്ക്കു വേണ്ടിയായിരുന്നുവെന്നും തമിഴ്നാട്ടിലെ മരുന്ന് കമ്പനിയിൽ നിന്ന് ഡോക്ടർക്ക് 10% കമ്മീഷൻ ലഭിച്ചിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. മരുന്നുകൾ നിർദ്ദേശിക്കുന്നതിൽ രോഗിയുടെ താൽപ്പര്യത്തെക്കാളുപരി കമ്പനികളിൽ നിന്നുള്ള ഓഫറുകളാണ് പല ഡോക്ടർമാരെയും സ്വാധീനിക്കുന്നത്. ഏത് രോഗത്തിനും വില കൂടിയ ബ്രാൻഡഡ് മരുന്നുകൾക്കൊപ്പം വില കുറഞ്ഞ ജനറിക് മരുന്നുകളും സുലഭമാണ് വിപണിയിൽ. ബ്രാൻഡഡ് മരുന്ന് നിർമ്മാതാക്കളിൽ തന്നെ 75% ജനറിക് മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട്. രണ്ടിലും ചേരുവകൾ ഒന്നുതന്നെ. രോഗിയിൽ ഇത് നൽകുന്ന ഫലത്തിൽ വ്യത്യാസവുമില്ല. ബ്രാൻഡഡ് മരുന്നുകളെപ്പോലെ തന്നെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്കു ശേഷമാണ് ജനറിക് മരുന്നുകളുടെയും നിർമ്മാണം. റെഗുലേറ്ററി അംഗീകാരവും ഇതിനുണ്ട്. ബ്രാൻഡഡ് മരുന്നുകൾക്കു പകരം കുറിപ്പടികളിൽ ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കണമെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ NMC ഉത്തരവുമുണ്ട്. തുടർച്ചയായി ബ്രാൻഡഡ് മരുന്നുകൾ നിർദ്ദേശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടർമാരുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു NMC. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലും ഇക്കാര്യം പറയുന്നുണ്ട്. എങ്കിലും പല ഡോക്ടർമാരും മേൽനിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല. വില കുറഞ്ഞ ജനറിക് മരുന്നിനു പകരം വില കൂടിയ ബ്രാൻഡഡ് മരുന്നുകളാണ് എഴുതിക്കൊടുക്കുന്നത്. ഡോക്ടർമാരും കമ്പനികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിനു പിന്നിൽ. നിശ്ചിത ശതമാനം കമ്മീഷൻ മുതൽ വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങൾ, ഫോണുകൾ, വിദേശയാത്രകൾ, വിദേശ കോൺഫറൻസുകൾക്കുള്ള സ്പോൺസർഷിപ്പ് തുടങ്ങി അത്യാകർഷങ്ങളായ ഓഫറുകളാണ് ബ്രാൻഡഡ് മരുന്നുകളുടെ പ്രചാരണത്തിന് കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നത്. ഡോക്ടർമാരെ കയ്യിലെടുക്കുകയാണ് പുതിയ മരുന്നുകൾക്ക് വിപണി കണ്ടെത്തുന്നതിന് ഫാർമ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്ന തന്ത്രം. ഡോക്ടർമാരെ പ്രലോഭിപ്പിക്കാൻ ചെലവിട്ട തുക തിരിച്ചുപിടിക്കാൻ കമ്പനികൾ മരുന്ന് വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സാമൂഹിക തലത്തിൽ ഏറ്റവും വിശുദ്ധമായ ബന്ധങ്ങളിലൊന്നാണ് രോഗിയും ഡോക്ടറും തമ്മിലേത്. വിശ്വാസത്തിലും സഹാനുഭൂതിയിലും കാരുണ്യബോധത്തിലും അധിഷ്ഠിതമായിരുന്ന ഈ ബന്ധം ഇന്ന് സാമ്പത്തിക ലാഭത്തിന്റെ കണക്കുകൂട്ടലിലേക്ക് വഴിമാറിയിരിക്കുന്നു. രോഗം, മരുന്ന്, പരിശോധന, ചികിത്സ തുടങ്ങിയവയെല്ലാം വിപണിയിലെ ഉൽപ്പന്നങ്ങളായി മാറി. ആരോഗ്യരംഗം ഏറ്റവും നല്ല ബിസിനസ് മേഖലയായി വളർന്നു. രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഉള്ള ഉപകരണമായി തീരേണ്ട ഡോക്ടറുടെ പേന വിപണി നയിക്കുന്ന ഉപകരണമായും രോഗി ഉപഭോക്താവായും മാറി. സേവനത്തിനു പകരം ലാഭം, കരുണയ്ക്ക് പകരം സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ, ധാർമ്മികതയ്ക്ക് പകരം വ്യാപാര ചിന്ത, ഇതാണ് ചികിത്സാരംഗത്തെ പുതിയ പ്രവണത. അതേസമയം രോഗിയുടെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ് അനുകമ്പയും ആർദ്രതയും സഹാനുഭൂതിയും നിറഞ്ഞ മനസ്സോടെ ആതുര സേവനം നടത്തുന്നവരുമുണ്ട് വൈദ്യശാസ്ത്ര മേഖലയിൽ. മറ്റേതു തൊഴിലിനേക്കാളുപരി അർപ്പണബോധവും അനുകമ്പയും പ്രകടിപ്പിക്കേണ്ട മേഖലയാണിതെന്ന് തിരിച്ചറിയുകയും മിതമായ ഫീസ് വാങ്ങി അനാവശ്യമായി മരുന്നുകളും ടെസ്റ്റുകളും അടിച്ചേൽപ്പിക്കാതെ ചികിത്സ നടത്തുകയും ചെയ്യുന്നവർ. 2 രൂപ മാത്രം ഫീസ് ഈടാക്കി പതിറ്റാണ്ടുകളോളം ചികിത്സ നടത്തിയ കണ്ണൂർ സ്വദേശിയായ ഒരു ഡോക്ടറെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്നത് അടുത്തിടെയാണ്. പാവപ്പെട്ട രോഗികളിൽ നിന്ന് ഫീസ് വാങ്ങാതെയും മരുന്ന് വാങ്ങാൻ രോഗിക്ക് സ്വന്തം കീശയിൽ നിന്ന് പണമെടുത്തു നൽകിയും ചികിത്സാരംഗത്ത് ധാർമ്മികത പുലർത്തുന്ന ഡോക്ടർമാരെയും കേരളത്തിന് പരിചയമുണ്ട്. സേവന രംഗത്ത് സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്ന സാധാരണക്കാരുടെ അത്താണിയായ ഇത്തരം ഡോക്ടർമാരുടെ വിശ്വാസ്യതയ്ക്ക് പോലും ക്ഷതമേൽപ്പിക്കുന്നു കമ്മീഷൻ ഡോക്ടർമാർ. സാമൂഹിക ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും മെഡിക്കൽ എത്തിക്സിനെക്കുറിച്ചുള്ള വിവരക്കുറവുമാണ് രോഗി-ഡോക്ടർ ബന്ധത്തിലുണ്ടായ താളപ്പിഴയ്ക്ക് കാരണമെന്നാണ് സാമൂഹിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സർക്കാർ സർവീസിലേക്ക് യുവ ഡോക്ടർമാരെ തിരഞ്ഞെടുക്കാൻ PSC നടത്തിയ പരീക്ഷകളിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രകടനത്തെ വിലയിരുത്തിയാണ് വിദഗ്ധർ ഈ നിഗമനത്തിലെത്തിയത്. മെഡിക്കൽ കൗൺസിൽ ചട്ടങ്ങൾ
കർശനമായി നടപ്പാക്കുകയും മെഡിക്കൽ സിലബസിൽ നൈതിക മൂല്യങ്ങൾ ഉൾപ്പെടുത്തുകയുമാണ് ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്നത്. നിയമങ്ങൾ പാലിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല നൈതികത, മനസാക്ഷിയോടുള്ള ഉത്തരവാദിത്തം കൂടിയാണതെന്ന ബോധം ആരോഗ്യ പ്രവർത്തകരിൽ വളർന്നു വരേണ്ടതുണ്ട്.